അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 17. പൗലോസും ശീലാസും അംഫിപോലിസിലും അപ്പല്ലോനിയയിലും കൂടി യാത്ര ചെയ്ത് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. പൗലോസ് തൻ്റെ പതിവനുസരിച്ച് അവിടെ ചെന്ന് 3 ശബ്ബത്ത് ദിവസങ്ങളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരുമായി സംവാദത്തിലേർപ്പെട്ടു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നെന്ന് വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തുകൊണ്ട്, ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അവരിൽ ചിലർ ദൈവഭക്തരായ അനേകം യവനരോടും ചില പ്രമുഖ സ്ത്രീകളോടും കൂടെ ഉൾപ്രേരിതരായി. അവർ പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദരോ അസൂയ പൂണ്ട് ചന്തസ്ഥലത്തെ വഴക്കാളികളായ ചിലരെ കൂട്ടി പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. യാസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ അവരെ അവിടെ കാണാഞ്ഞതിനാൽ യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഭൂലോകത്തെ ഇളക്കി മറിച്ചവരിത ഇവിടെയും എത്തി. യാസോൻ അവരെ ഇവിടെ അതിഥികളായി സ്വീകരിച്ചിരിക്കുന്നു. യേശു എന്ന മറ്റൊരു രാജാവുണ്ടെന്ന് പറഞ്ഞ് അവർ കൈസറിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ജനക്കൂട്ടവും നഗരാധികാരികളും ഇളകി. ഒടുവിൽ അധികാരികൾ യാസോൻ മുതലായവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. രാത്രിയായ ഉടനെ സഹോദരങ്ങൾ പൗലോസിനെയും ശീലാസിനെയും ബെരോവയിലേക്ക് അയച്ചു. അവിടെ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗിൽ പോയി. അവിടെയുള്ള യഹൂദർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു. അവർ വളരെ താല്പര്യത്തോടെ വചനം സ്വീകരിക്കുകയും അത് ശരിയോ എന്നറിയാൻ ദിനംപ്രതി തിരുവെഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്തു പോന്നു. അവരിൽ പലരും, ഒപ്പം യവനരിൽ പ്രമുഖരായ പല സ്ത്രീകളും പുരുഷന്മാരും വിശ്വസിച്ചു. പൗലോസ് ബെരോവയിൽ ദൈവവചനം പ്രസംഗിക്കുന്നുവെന്ന് തെസ്സലോനിക്കയിലെ യഹൂദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനങ്ങളെ പ്രകോപിതരാക്കി ഇളക്കിവിട്ടു. അതിനാൽ പെട്ടെന്ന് സഹോദരങ്ങൾ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ശീലാസും തിമോഥെയോസും അവിടെ തന്നെ താമസിച്ചു. പൗലോസിന് സഹായത്തിനായി കൂടെ പോയവർ അദ്ദേഹത്തെ അഥേനയിൽ എത്തിച്ചു. എത്രയും വേഗം തൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന് ശീലാസിനോടും തിമോഥെയോസിനോടുമുള്ള പൗലോസിൻ്റെ നിർദ്ദേശവുമായി അവർ മടങ്ങിപ്പോന്നു. പൗലോസ് അവരെ പ്രതീക്ഷിച്ച് അഥേനയിൽ താമസിക്കുമ്പോൾ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. തൻ്റെ ആത്മാവിൽ പ്രകോപിതനായി. അതിനാൽ അദ്ദേഹം സിനഗോഗിൽ യഹൂദരോടും ദൈവഭക്തരായ യവനരോടും കമ്പോള സ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരോടും സംവാദം നടത്തിപ്പോന്നു. എപ്പിക്യൂര്യരും സ്നോയിക്കരുമായ ഒരു കൂട്ടം തത്വചിന്തകർ അദ്ദേഹത്തോട് തർക്കിച്ചു. ഈ വിടുവായൻ എന്താണ് പറയുന്നത് എന്ന് പലരും യേശുവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നത് കൊണ്ട് ഇയാൾ അന്യദൈവങ്ങളെ പ്രചരിപ്പിക്കുന്നവനെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അവർ അദ്ദേഹത്തെ അരിയോപക കുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു, താങ്കൾ പ്രസംഗിക്കുന്ന ഈ പുതിയ ഉപദേശം എന്തെന്ന് ഞങ്ങളോട് പറയുക. വിചിത്രമായ കാര്യങ്ങളാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ അധേനർക്കും അവിടെ എത്തിയിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയം കണ്ടിരുന്നില്ല. അപ്പോൾ അരിയോപക സമിതി മധ്യേ പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു: അഥേനയിലെ ജനങ്ങളെ, നിങ്ങൾ എല്ലാ വിധത്തിലും മതനിഷ്ഠയുള്ളവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചുറ്റും നടന്ന് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ളൊരു ബലിപീഠം കണ്ടു. നിങ്ങളറിയാതെ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവാകുന്നു. അവിടുന്ന് മനുഷ്യനിർമ്മിത ആലയങ്ങളിലല്ല വസിക്കുന്നത്. എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റാവശ്യമായ സകലവും നൽകുന്നത് അവിടുന്നാണ്. ആകയാൽ അവിടുന്ന് എന്തെങ്കിലും ആവശ്യമുള്ളവനെന്ന പോലെ മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടേണ്ടവനും അല്ല. ഭൂമിയിലെല്ലായിടത്തും അധിവസിക്കാൻ അവിടുന്ന് ഒരുവനിൽ നിന്നും മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചു. അവർക്ക് ജീവിതകാലാവധികളും കൃത്യമായ സ്ഥലങ്ങളും നിയമിച്ചു നൽകി. ഇത് അവർക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും വിദൂരസ്ഥനല്ല. നാം ജീവിക്കുന്നതും ചരിക്കുന്നതും നിലനിൽക്കുന്നതും ദൈവത്തിൽ തന്നെ. നാം അവിടുത്തെ സന്താനമല്ലോ എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർത്ത് സ്വർണത്തിലോ വെള്ളിയിലോ കല്ലിലോ തീർത്തെടുക്കുന്ന രൂപസമാനമാണ് ദൈവമെന്ന് കരുതിക്കൂടാ. എന്നാൽ അജ്ഞതയുടെ കാലങ്ങളെ ദൈവം കണക്കിലെടുക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി
ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ താൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് കേട്ടപ്പോൾ അവരിൽ ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ, ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും താങ്കളുടെ വാക്കുകൾ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്നും പോയി. എന്നാൽ കുറേ ആളുകൾ തന്നോട് ചേർന്ന് നിന്ന് വിശ്വസിച്ചു. ഇവരിൽ അരയോപക സമിതിയിലെ അംഗം ദിയോനുസ്യോസും ദമരിസ് എന്നു പേരുള്ള സ്ത്രീയും അവരോടൊപ്പമുള്ള മറ്റു ചിലരും ഉണ്ടായിരുന്നു.